ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെല്ലൂസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു ചിക്കൻ മൊമോസ് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് സദാ വെള്ളം, തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഓയിൽ അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മല്ലിച്ചപ്പ്, സവോള, ചെറിയൊരു സവോള 2 പീസാക്കിയത്, അതുപോലെ ഒരു ചിക്കൻ ക്യൂബിൻ്റെ ഒരു പീസ്, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ മാറ്റി വെച്ചില്ലേ മാവ്, അതെടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് പരത്തി എടുക്കണം. നല്ല തിക്കിലല്ല, നല്ല തിന്നിലും അല്ലാത്ത വിധത്തിൽ ഒരു മീഡിയം തിക്നെസ്സിൽ ഇതൊന്ന് പരത്തിയെടുക്കുക. നല്ല ലാർജായിട്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു റൗണ്ട് ബൗൾ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ എടുത്തിട്ട് പിന്നെയും അത് കുഴച്ചിട്ട് പിന്നെയും നമ്മൾക്ക് ഇതുപോലെ റൗണ്ട്സ് ആക്കി കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ എൻഡ്സ് ഇതുപോലെ പ്രസ് ചെയ്യുക. ലാസ്റ്റത്തെ എൻഡ് ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ഏത് ഷേപ്പിൽ നമുക്ക് മൊമോസ് തയ്യാറാക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ ചെയ്താൽ മതി. നമ്മുടെ മൊമോസ് റെഡി ആയിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചട്നി തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 2 തക്കാളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടും അതുപോലെ 5 ചുവന്ന മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക. അതിനുശേഷം തക്കാളിയുടെ തൊലി ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. മല്ലിച്ചപ്പ്, അതുപോലെ വെളുത്തുള്ളി, നമ്മൾ പുഴുങ്ങിയ തക്കാളി, ഒരു ചുവന്ന മുളകും കൂടി കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിലിട്ട് ആവശ്യമുള്ള ഉപ്പും അതുപോലെ വിനാഗിരിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറായിട്ട് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ. പിന്നെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമ്മുടെ മൊമോസ് തയ്യാറായിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ഈ ഒരു ചട്നിയിൽ ഡിപ്പ് ചെയ്യുക, കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചൂടോട് കൂടി തന്നെ കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോട് കൂടി കഴിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.